യു.ഡി.എഫിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർധിപ്പിക്കുന്നത് പുതിയ സർക്കാർ അധികാരമേറ്റാലുടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. പുതിയ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിലാകും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. തുടക്കത്തിൽ 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള വർധനവ് ഗുണഭോക്താക്കൾക്ക് പ്രതീക്ഷിക്കാം. മെയ് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കാനാണ് സാധ്യത. പുതിയ സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം വൈകുകയാണെങ്കിൽ നിലവിലെ 2000 രൂപ തന്നെയാകും മെയ് മാസത്തിൽ ലഭിക്കുക. എന്നാൽ അതിനു മുൻപ് പ്രഖ്യാപനം വന്നാൽ വർധിപ്പിച്ച തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് അക്കൗണ്ടുകളിലും അല്ലാത്ത 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നേരിട്ടും പെൻഷൻ തുക എത്തിക്കും. പെൻഷൻ തുക വർധിപ്പിക്കുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് ഏറ്റവും അർഹരായവർക്ക് മാത്രം പെൻഷൻ ഉറപ്പാക്കാൻ ഭൗതിക സാഹചര്യ പരിശോധനകൾ കർശനമാക്കും. പെൻഷനായി പുതുതായി അപേക്ഷിച്ചവർക്കും അംഗീകാരം ലഭിച്ചവർക്കും പുതിയ സർക്കാരിന്റെ കീഴിൽ വിതരണത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും ബജറ്റ് അവതരണവും കഴിഞ്ഞാലുടൻ പെൻഷൻ വർധനവിനെ സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങൾ ലഭിക്കും.